നമ്മുടെ തീം നമ്മൾ 1:10 2-ാം അധ്യായം 9-ാം അധ്യായം 9-ാം വാക്യവും എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-10 വരെ ഇത് വായിക്കും. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സർവ്വഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്യുക. ആഴമേറിയ അനേക സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വേദമാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ തീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദ ചോസൻ വൺസ് എന്നുള്ളതായ വിഷയമാണല്ലോ. ആ ഒരു വിഷയം മാത്രത്തിലേക്ക് എല്ലാ ക്ലാസ്സുകളും എല്ലാ പാട്ടുകളും എല്ലാ ആരാധനകളും അതിലേക്ക് നീങ്ങി നമ്മൾ പ്രധാന ഇത് പറയാൻ കാരണം നമ്മുടെ പെന്തക്കോസ്ത് ഗോളം അതിൻ്റെ പ്രധാന നേതൃത്വങ്ങളും ഒരു താഴോട്ട് അധപ്പതിച്ച് ആത്മഭാരമില്ലാത്തവരായി രാഷ്ട്രീയം, സാമ്പത്തികം, കസേരകൾ, സ്ഥാനമാനങ്ങൾ, പദവികൾക്ക് വേണ്ടി എന്താ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതെന്നോ യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചതെന്ന് അറിയാതെ സ്വന്തം വെളിപ്പാടും സ്വന്തം ആശയങ്ങളും കൊടുത്തിട്ട് അത് കേൾക്കാനായിട്ട് കുറേ ബുദ്ധിയിട്ട ആളുകൾ കഴുതിക്ക് താഴെ വെക്കുന്ന സാധനം പഠിപ്പിക്കാൻ പറയുന്നില്ല ആ കണക്കിന്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കഴുതയുടെ പുറത്തുവിലെ യാത്ര ചെയ്യും. ഒന്ന് താഴുവാൻ കഴിയാത്ത പ്രവർത്തകന്മാരെ കൊണ്ടും പ്രസ്ഥാനത്തെ നേതൃത്വങ്ങളെ കൊണ്ടും കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദുരുപദേശങ്ങൾ മാറ്റിയിട്ട് ദൈവവചനം ശരിയായ നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഈ ചോസൻ പൺസുള്ളതായ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇതിൻ്റെ മുമ്പിൽ വളരെ സജീവമായ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ദൈവദാസന്മാരാണല്ലോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം. പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗീകാരം കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ യൂത്ത് ഫെലോഷിപ്പിൻ്റെതായ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്നതായ അർഷൻ ബാഷ്, ഷിജോ, സന്തോഷ്, വിക്ടർ, സോനു, നമ്മുടെ ജെയ്സൺ, എല്ലാം പ്രിയപ്പെട്ടവർ. ഇതാണ് പേര് വിട്ടുപോയെങ്കിൽ വിളിക്കണം. ഇങ്ങനെയുള്ള ഈ പ്രിയപ്പെട്ടവർ വളരെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും അനേക ദിനരാത്രങ്ങൾ, അനേക രാത്രികൾ, അനേക സമയങ്ങൾ വളരെ വ്യക്തതയോടുകൂടി അത് ഉറക്കമില്ലാതെ എൻ്റെ വീട്ടിൽ തന്നെ ഒരു നോട്ടുകൾ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ കറക്ഷൻസ് വല്ലതൊന്നും അറിയാൻ വേണ്ടി എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതിനു വേണ്ടി വിട്ടുവരികയും വളരെ രാത്രി അസൈൻമെൻറ്റുകളാണ് അവർ വീട്ടിൽ എത്തിച്ചേർന്നത്. ഒരുപാട് പാദയാത്ര ആയി കഴിയുകയാണ്. അങ്ങനെയൊക്കെ വ്യക്തപ്പാട് കഴിച്ച് വളരെ ആത്മഭാരത്തോട് തൻ്റെ കുഞ്ഞുങ്ങളും ഈ സഭാ നേതൃത്വവും ഇതിനുവേണ്ടി ബന്ധപ്പെടുകയും ഇനിയും പറയാൻ പോകുന്ന എല്ലാവരും മറ്റുള്ളവർ കേൾക്കേണ്ടതാണ് വരാത്തവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേതൃത്വമോ സഭാ കമ്മിറ്റി അംഗങ്ങളോ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഇത് വിജയിക്കത്തില്ല. സഭയിലെ പാസ്റ്റർമാർ അവരുടെ സഭാവിശ്വാസികളെ ഉത്സാഹിപ്പിച്ച് വണ്ടിക്കൂടി ചിലവാക്കി കഷ്ടപ്പെട്ട് പോണം 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 എന്നുള്ള നിർബന്ധത്തോടുകൂടി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നവരുടേതായ ഉത്തരവാദിത്വ മോചനമാണ് ഇത് വിജയത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ എല്ലാം പരാജയപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ നടക്കുന്ന മീറ്റിംഗ് തന്നെ വാസ്തവത്തിൽ യൂത്ത് ക്യാമ്പ് മാത്രമല്ല, ഇത് പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൂടെയാണ്. ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുകയും പ്രസ്ഥാനത്തിന് വേണ്ടുന്ന എല്ലാ ശക്തിയും പറയുന്നത് പാസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷയിലാണ്. അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഭാര്യമാരാണ്, അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാൽ, അവരിലൂടെ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയായതായ സഭാവിശ്വാസം ഇവയെല്ലാം ചേരുമ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായ ന്യൂലൈഫ് പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ആയിക്കുന്നതിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ
ഈ ഇതിനുള്ള ബന്ധത്തിൽ ഇതെല്ലാം ഇവിടെ തന്നെ ക്രമീകരിക്കുമെന്നൊക്കെ നമ്മൾ ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചാലും ഇവിടെ വരുമ്പോൾ ലൈറ്റ് ഹൗസിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെങ്കിൽ തമ്പി ഉത്സാഹിക്കണം. ഇന്നലെ ഇവിടെ വന്ന സന്ദർഭത്തിൽ ഈ സഭയിലെ സഹോദരന്മാരായിരുന്ന പലരും ജെറില്, ഡേവിഡ്, തമ്പി, കുഞ്ഞുമോനെ പിന്നെ നമ്മളെ ലിജോ ഭാഷ സഹോദരി ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഗതി ഗുണമായി. കാരണം വെച്ചാൽ അങ്ങനെ നടക്കേണ്ടതല്ല, സംഖ്യയല്ല. നമുക്ക് പട്ടണം വേണ്ട, പട്ടണം വേണം, വെള്ളം വേണം, കിടക്ക വേണം, അതിൻ്റെ ക്രമീകരണങ്ങൾ വേണം, പലയിടങ്ങളിലൊക്കെ നമുക്ക് പോയി താമസിക്കണം. ഇതെല്ലാം ഇവരെല്ലാം ശരിയായി ലാസ്റ്റ് സാമ്പാറിന് ഉപ്പ് കുറച്ച് പോയി ഇതൊക്കെ ഞാൻ കൊടുത്തത് ക്യാമ്പിൽ പോയി ഉപ്പ് പൊരിയൊന്നും ഇല്ലായിരുന്നു. കിടന്നിട്ടാണെങ്കിൽ ഭയങ്കര മൂട്ടയും വലിയ പൊടി കയറി. ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണം, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ യേശു കർത്താൻ എവിടാ കിടത്തിയത്? എവിടാ എവിടാ മുറുകെ പറയാം. മനസ്സിലാ വഴിത്തൊട്ടിൽ നല്ല യേശു കിടത്തിയത് പശുത്തൊട്ടിയില്ല. ഏതൊരു പശുത്തൊട്ടിയേക്കാളും മനോഹരമായ സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ ലൈറ്റ് ഹൗസിൽ സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് വാടകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവികമായ ചിലപ്പോഴത്തെ പ്രാവശ്യം അവിടെ ആയിരിക്കാം. എന്നാലും എല്ലാവരും വന്നാൽ അവിടെ ഞെരുക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഞെരുക്കം തീരാൻ പോകുന്നില്ല. നമ്മൾ ഞെരുക്കയിൽ പല നിലയിലാണല്ലോ. ഞെരുക്കവും ഞെരുക്കവും തീരാൻ പോകുന്നില്ല, അന്ന് തീർന്നിട്ട് നടക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം പറയുകയാണ് ചെയ്തത്, ഈ ക്യാമ്പിന് വരുന്ന ആളുകൾ കുറ്റം പറയാനായിട്ട് വരരുത്. എല്ലാത്തിനും സ്തോത്രം പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകൾ ഈ ലൈറ്റ് ഹൗസിലും നമ്മുടെ പ്രാദേശിക കടകളിലും ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന ദൈവമായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അന്ധകാരത്തിൽ നാം ദൈവമായിട്ട് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചത് ഇതിനു വേണ്ടിയാ. അത് യഹോവയായ ദൈവത്തിൻ്റെ സാക്ഷികളാണ്. പിതാവായ ദൈവത്തിലൂടെ നമുക്ക് ബന്ധം സ്ഥാപിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അവരുടെ രക്തമാണ്. ആ രക്തബന്ധത്തിലാണ് പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാനും വിളിക്കുവാനും ആ ബന്ധമുണ്ടായത്. സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ അന്ധകാരമാകുന്ന അതിൻ്റെ ക്ലാസ്സിൽ നടക്കാൻ പോകുന്നത് ശരിയത് അതല്ല. നമ്മുടെ പാവാന്തകാലത്തിൽ കിടന്ന് നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായി നമ്മളെ ദൈവം വിളിച്ചതും ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശക്തി നമ്മുടെ പകർന്നതും അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണമാണ്. സുവിശേഷം ഗോസ്പൽ അത് ഘോഷിപ്പാനാണ് ദൈവമായ നമ്മളെ വേർതിരിച്ചത്. ആ വ്യാഖ്യാനമല്ലാതെ മറ്റൊരു വ്യാഖ്യാനവും ആരും കൊണ്ടുവരരുത്, അത് തെറ്റാണ്. അതുകൊണ്ട് വിളിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ യഹൂദന്മാർ കേൾക്കണം, നമ്മൾ പിതാവിനെ ദൈവം ദേഷ്യം വരും. യു ജെൻഡയിൽ എന്നാണ് യഹൂദന്മാർ പറയുന്നത്. ജാതികൾ എന്ന് പറഞ്ഞവരെ നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കുക. ആ പേര് മാറ്റിയിട്ട് ദൈവമക്കൾ എന്നുള്ള ലേബിൾ തന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരും. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് തന്നെ, ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു. പ്രസറോ വാക്കുകൾ സമയം പോയി, അരമണിക്ക് താമസിച്ചോ. ഇപ്പം എൻ്റെ സമയം തീരാതായി. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് പാസ്റ്റർ ഫിലിപ്പിലൂടെയോ ഏത് ഭർത്താവിൻ്റെ ദാസന്മാരായ മുഖാന്തരമായ ദൈവം അവർ ഉപയോഗിച്ചു എന്നുള്ള സത്യമാണെങ്കിലും നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പ് തന്നെ. ആദിയിൽ യോഹന്നാ സുവിശേഷത്തിൽ ആദിയിൽ എന്ന് പറയുന്നതും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദ്യം രണ്ടും രണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദ്യം ഈ കാണുന്ന യുഗത്തിൻ്റെ ആരംഭം. യോഹന്നാ സുവിശേഷത്തിൽ പറയുന്ന ആദിയിൽ അതിനും അപ്പുറത്ത് ഉലകസ്ഥാപനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു. അന്ന് മുതലേ ദൈവം ഫിലിപ്പ് ഓരോ പ്രിയപ്പെട്ടവരും ദൈവം കണ്ടിരുന്നു. ആ കണ്ടിരുന്നത് കൊണ്ടാണ് സഭ രൂപപ്പെടുവാനും കാലാകാലങ്ങളിൽ ഈ സുവിശേഷം കേട്ട നമ്മളെക്കാളും എത്രയോ ബുദ്ധിശക്തിയുള്ളവരും MA-കാരും ഡിഗ്രിക്കാരും PhD-കാരും ശാസ്ത്രജ്ഞരെ കേട്ട് മനസ്സിലാകുന്നില്ലല്ലോ. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് വരില്ല. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഇരുന്നതുകൊണ്ടും വേറെ സ്ഥാപനങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൃപ നമ്മുടെ മേൽ വന്നിരുന്നത് കൊണ്ടും ഏതോ ഒരു പട്ടണ ഉപദേശം 10ാം ക്ലാസ് തോറ്റവൻ വിദ്യാഭ്യാസം ഒരു ഹൈസ്കൂളിൽ പോയവരോട് പ്രസംഗിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് കൈനോക്കി ഈ ഏവൂര് വെച്ച് ആത്മക്കാരുടെ വീട്ടിൽ വെച്ച് ഞാൻ യേശുവിനെ വിശ്വാസിക്കുന്നു പറഞ്ഞു. എന്തുവാ പറഞ്ഞെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. സ്വർഗത്തിൽ പോകുന്നതെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ ചാടി കഴിഞ്ഞു.
അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് പലർക്കും മനസ്സിലായിട്ടില്ല. ആ വീട്ടുകാരും ഇന്ന് യാക്കോബാരാണ്. ഓക്കെ, അതുകൊണ്ട് ദൈവകൃപ ഉള്ളവർക്ക് ഇത് മനസ്സിലാകും. ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ വാദം പറയുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാനായ നാം പ്രേക്ഷകർ എൻ്റെ വാക്ക് നിർത്താൻ പോവുകയാണ് ചെയ്ത് ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ കടന്നു വരാൻ പോവുകയാണ്. അതിനുവേണ്ടി ആ ഒരു വലിയ നേതാക്കന്മാർ സഹിതം തൊഴിൽ പിടിച്ചൊരു അച്ഛന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇലക്ഷന് വേണ്ടി. എൻ്റെ അർത്ഥം എന്താ? ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ വോട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൈ നോക്കിയാണ് നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ വില്ലേജിൽ നാട്ടുകാരെടുത്ത് ചെന്നിട്ട് ഒരു വോട്ടൊക്കെ ഇട്ടിട്ട് എന്നാൽ എനിക്കൊരു അച്ഛൻ ഭാഷ പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ യൂത്തിന് പ്രസിഡൻ്റായിരിക്കട്ടെ ദൈവമക്കളെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട അത് പിന്നെ അതേസമയം സൗകര്യമായി സാരി വാങ്ങിക്കാൻ പോയി 100 സാരി എടുത്തിട്ട് നോക്കി ചേടി ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അതിനെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടതേ ദാവീദിനെ ദൈവം ഇഷ്ടപ്പെട്ടു, ഒഴികവനമേ അഭിഷേകതയില്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിച്ചത് എലക്ഷൻ അല്ല, സെലക്ഷനാണ്. അത് തിരികിതത്തിൻ്റെതായ ഹൃദയത്തിലുണ്ടായിരുന്നതും അവൻ്റെ ദൃഷ്ടിയിൽ നമ്മളെ ഇഷ്ടപ്പെട്ടു. ഫിലിപ്പിനെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. സൗന്ദര്യമോ വിദ്യാഭ്യാസമോ യോഗ്യതയോ പാരമ്പര്യമോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു സൗകര്യം പറയുണ്ടായി, ചേച്ചിയമ്മ പറയുണ്ടായി, മോഹിനി ആകണം പോകണമെങ്കിൽ സൗന്ദര്യം വേണം, അത് പെണ്ണുങ്ങളെ പോകണം. അങ്ങനെയാണെങ്കിൽ സൗന്ദര്യമുള്ള നമ്മളെ നോക്കിയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നമുക്ക് മത്സരിക്കാൻ പറ്റുമോ? മത്സരിക്കുന്ന വല്ല ആവശ്യമുള്ളൂ. പ്രേതറോ അത് ആണുങ്ങൾ പാടില്ല. അയ്യോ സ്വത്രം, യഹൂദനെന്നോ യവനെന്നോ ആഫ്രിക്കാനെന്നോ അമേരിക്കാനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ സെലക്ഷൻ കിട്ടുവാൻ വലിയവനായ ദൈവം നമ്മൾ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നും നാളെ നടക്കുന്നതായ മറ്റന്നാൾ നടക്കുന്നതായ നമ്മുടെ ക്യാമ്പിന് നമുക്ക് കാണാൻ ചെയ്യാൻ പ്രാർത്ഥിക്കും.